അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീകളെ, നമുക്കറിയാം, മനസ്സിന് സമാധാനം കിട്ടണം, ജീവിതത്തിന് സന്തോഷം ലഭിക്കണം. അതോടൊപ്പം നാം അറിയാതെ നമ്മളെ തിന്മകൾ കരിഞ്ഞുപോയി നന്മകൾ വർദ്ധിച്ചു വരുന്ന വളരെ പുണ്യമായ ശ്രേഷ്ഠമായ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നാം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നന്മ തിന്മകൾ കണക്കാക്കപ്പെടുന്ന അവസരത്തിൽ നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന വളരെ ശ്രേഷ്ഠമായ ദിക്ർ, പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. നാം അറിയാതെ നമ്മുടെ ഹൃദയാന്തരം പ്രകാശിക്കുകയും ചെയ്തു പോയ തെറ്റുകൾ, അറിഞ്ഞുമറിയാതെ രഹസ്യമായി പരസ്യമായി ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ നാം അറിയാതെ കരിഞ്ഞു പോകാൻ, ഡിലീറ്റ് ചെയ്യാൻ ഏറ്റവും പവറുള്ള ദിക്റാണ് മദീനത്തിന്റെ രാജകുമാരൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ തഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ. നാവിൽ ഉച്ചരിക്കാൻ വളരെ സുന്ദരമായ ദിക്ർ, നാവിനെ നേർമയാക്കുന്ന ദിക്ർ, പിന്നെയോ മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ ഭാരം കൂടുന്ന ദിക്ർ, മാത്രമല്ല പടച്ച റബ്ബിന്റെ ഏറ്റവും ഇഷ്ടം പിടിച്ചു വാങ്ങുന്ന ദിക്ർ, വലിയ പവറുള്ള ദിക്ർ ഏതാണെന്നറിയോ? അള്ളാന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞു തരുന്നു, എന്റെ ഒപ്പം എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒന്ന് ചൊല്ലിക്കണേ. ഒന്ന് ചൊല്ലി എല്ലാവരും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഒഴിവ് കിട്ടുന്ന സമയമൊക്കെ ചെല്ലുക, ഒഴിവ് കിട്ടുന്ന സമയമൊക്കെ ചെല്ലുക. വലിയ പവറുള്ള ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. നടത്തത്തിൽ, ഇരുത്തത്തിൽ, കിടത്തത്തിൽ, ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും ഇന്ന് മുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ കൂട്ടുകാരനാക്കിക്കോ ഈ ദിക്ർ. നീ അറിയാതെ നിന്നിലേക്ക് ഈമാൻ അധികരിക്കാൻ, അതാ നിന്റെ തിന്മകൾ മുഴുവനും കരിഞ്ഞു പോകാൻ, നന്മകൾ നീ അറിയാതെ ഇരട്ടിയായി ലഭിക്കാൻ ഏറ്റവും പവറുള്ള ദിക്റാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.